കഷ്ടകാലം ഉച്ചിയിൽ കുടപിടിച്ചിരിക്കുന്ന അവസ്ഥയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ അവസ്ഥ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ അവസ്ഥ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും സത്യത്തിൽ ഇപ്പോൾ കഷ്ടകാൽ മേ ഉച്ചിക്ക് കുട പിടിച്ച് നിൽക്കൽ ഹേ എന്നുള്ളതാണ് ആകെ പറയാനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അതിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം പറയാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചാനൽ നമ്മുടെ ആൻഡപ്പൻ ടോക്കീസ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് പച്ച ടോക്സ് ഓൺ എവറിത്തിങ് ദാറ്റ് മാറ്റർ എന്നുള്ളതാണ്. നമ്മൾ സ്പോർട്സ് സംസാരിക്കും, പൊളിറ്റിക്സ് സംസാരിക്കും, അങ്ങനെ എല്ലാ വിഷയങ്ങളും സംസാരിക്കും. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നമ്മുടെ പരിപാടീസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ചർച്ചാ വിഷയം അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സും മാനേജ്മെന്റും പിന്നെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ ഉള്ള ചർച്ചകളുമാണ്. എന്തായാലും ചർച്ചകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ തന്നെ ഒരുപാട് പ്ലേയേഴ്സിനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്. മാനേജ്മെന്റിനെതിരെ പച്ചത്തെറിയാണ് കേട്ടോ. പച്ചത്തെറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആക്കിയും ഊക്കിയും ഒക്കെ സാധനങ്ങൾ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം പറയാം, നമ്മുടെ മാനേജ്മെന്റ് നമ്മളെ പറ്റിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? നമ്മുടെ സീസൺ തുടങ്ങുന്ന സമയമുണ്ടല്ലോ, അപ്പോൾ കോച്ചിനെ, പ്ലേയേഴ്സിനെ, എസ്പെഷ്യലി ഫോറിൻ പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ട് നമ്മളെ പറ്റിക്കും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വരപ്പോറത് ആറിന് തെരിയുമാ, ഇന്ന ആളിടാ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഭയങ്കര ഹൈപ്പ് തരും. ആ പ്ലേയേഴ്സ് ഒക്കെ ആക്ച്വലി നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ളവരും ആയിരിക്കും. അതുപോലെ തന്നെ അവരുടെ പ്ലേയിങ് സ്റ്റൈലും അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ പ്രശ്നം എവിടെയാ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സ്ക്വാഡ് ഉണ്ടല്ലോ, അതിന്റെ ഡെപ്ത് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യത്തിൽ നമ്മുടെ ഇന്ത്യൻ സ്ക്വാഡ് അത്ര അങ്ങോട്ട് പറയാനില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോ പ്ലേയേഴ്സിനെ എടുത്തിട്ടില്ല, ഇന്ത്യൻ പ്ലേയേഴ്സിന് നല്ല സൈനിങ് ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷെ അവർ പലരും പരിക്കിൽ പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സബ് ആയിട്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള ആൾക്കാരോ എന്ന് പറയുന്നത് ഭയങ്കര ഷോക്കായിട്ടുള്ള ആൾക്കാരാണ്. എനിക്ക് സത്യം പറയാലോ, ഇപ്പോഴും അതിന് പല കാരണങ്ങളും ഉണ്ടെന്ന് പറയുന്നുണ്ട്. സഹലിനെ സ്വൈപ്പ് ചെയ്ത് പ്രീതം കോട്ടാലിനെ എടുത്തു കഴിഞ്ഞൊരു സീസണിൽ. നമുക്ക് ഡിഫെൻസീവായിട്ട് നിൽക്കേണ്ട സമയത്ത് പ്രീതം കോട്ടൽ എന്ന് പറയുന്ന ഒരു മോശം താരമാണെന്നുള്ളതല്ല എന്റെ വാദം. ഇപ്പോ ഡ്രിൻഡിച്ച് ആണെന്നുണ്ടെങ്കിലും പുള്ളിക്കാരനൊന്നും ഒരു നമ്മുടെ പ്ലേയിങ് സ്റ്റൈൽ, അതായത് കോച്ചിന്റെ പ്ലേയിങ് സ്റ്റൈലിന് പറ്റിയ ഒരു താരമാണോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ഹോർമിപ്പാം നല്ല സെന്റർ ബാക്ക് ആണ്. പക്ഷെ അതിന് പറ്റിയ ഒരു കൂടെ കളിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോർമിപ്പാമിന് എനിക്ക് തോന്നിയത് പിടിച്ചു നിർത്തി കളിപ്പിക്കാൻ പറ്റിയ ഒരു സെന്റർ ബാക്കും കൂടെ വേണം. അതില്ല. കോയ്ഫ് നല്ല സെന്റർ ബാക്ക് ആണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോയ്ഫിന്റെ സ്റ്റൈല് ലൈക്ക് ഒരു യൂഷ്വൽ സെന്റർ ബാക്സിനെ പോലെ ഒരു ക്യാപ്റ്റൻ അല്ലെ ഒരു ലീഡർഷിപ്പ് ടൈപ്പ് ഓഫ് പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളി പലപ്പോഴും കയറിപ്പോയി കളിക്കും. പക്ഷെ പുള്ളിക്ക് ട്രാക്ക് ബാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും പുള്ളി മറ്റ് പ്ലേയേഴ്സിനൊക്കെ കൂടുതലായിട്ട് കയറിപ്പോയി കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. അപ്പൊ പ്രശ്നങ്ങൾ ഈ നമ്മുടെ മറ്റ് സെന്റർ ബാക്സിന് ഫേസ് ചെയ്യേണ്ട വരുന്നുണ്ടെന്നുള്ളതാണ്. ആൻഡ് എസ്പെഷ്യലി ഇന്ത്യൻ സ്ക്വാഡ് നല്ല ശോകമായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. പലപ്പോഴും ഒരു റീപ്ലേസിങ് നോക്കുന്നില്ല. ആൻഡ് മനോരമയിലാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ക്ലിപ്പ് ആഡ് ചെയ്യാം. രാഹുലിനെ പറഞ്ഞത് ഭയങ്കര ശോകമായി പോയി എന്ന് എനിക്ക് പറയാനുണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുലിന്റെ ട്രാക്ക് എന്താണെന്നുള്ളത് അറിയാത്തതിന്റെ ഏറ്റവും വലിയ, നിങ്ങൾ ഒരു കാര്യം പറയാൻ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ പ്ലെയറിനെ നമ്മൾ ഇൻസൾട്ട് ചെയ്യുമ്പോൾ, അതുപോലെ വാക്കുകളൊക്കെ എടുത്ത് ഇൻസൾട്ട് ചെയ്യുമ്പോൾ എസ്പെഷ്യലി ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ടീം ചൈനയ്ക്കെതിരെ ഗോൾ അടിച്ചപ്പോൾ എല്ലാവരും ഭയങ്കര പൊക്കി പറഞ്ഞു. അതൊരു മലയാളി താരമാണ് അടിച്ചത്. അത് അടിച്ചത് നമ്മുടെ സ്വന്തം KP രാഹുലാണ്. ആ ഗോളിന്റെ ക്വാളിറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ആ മാച്ച് എന്തായിരുന്നു എന്നുള്ളതും അതിൽ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതും ആ ഗോൾ അടിച്ച രീതി ഒന്ന് എടുത്തു നോക്കണം. രാഹുലിനെ എനിക്ക് ഒരിക്കൽ പോലും ഒരു മോശം താരമായിട്ട് തോന്നിയിട്ടില്ല. രാഹുൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറെ വിമർശനങ്ങൾ കേൾക്കുന്ന ഒരു താരമാണ്. പക്ഷെ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവറി മാച്ച് വിൽ ബി ഹാവിങ് എ പ്ലേയിങ് സ്റ്റൈൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്ലെയറിനോട് കോച്ച് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. നീ ഇങ്ങനെ വേണം കളിക്കാൻ, ഐ ആം എക്സ്പെക്ടിങ് ദിസ് ഔട്ട് ഓഫ് യു എന്നുള്ളത്. എനിക്ക് തോന്നുന്നു രാഹുൽ ആ രീതിയിലാണ് കളിക്കുക. പലപ്പോഴും രാഹുലിനെ ഗോൾ അടിക്കാനായിട്ട് രാഹുലിൻ്റെതായിട്ടുള്ള ഒരു പ്ലേയിങ് സ്റ്റൈൽ ഉണ്ട്. നല്ല വർക്ക് റേറ്റ് എടുത്ത് ബോളും കൊണ്ട് ഫ്രണ്ടിലേക്ക് പോവുക, അത് കഴിഞ്ഞ് കഴിഞ്ഞൊരു ആറ്റം പൊസിഷനിൽ നിന്ന് ഒരു ആറ്റി പോസ്റ്റിലേക്ക് എന്നുള്ളതാണ് രാഹുലിന്റെ സ്റ്റൈല്. പലപ്പോഴും അത് പലരും അത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും പുള്ളി എടുക്കണ വർക്ക് റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. എന്നിട്ടും വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു രാഹുൽ വേറെ ഏതെങ്കിലും ക്ലബിലേക്ക് പോയാണ്ടല്ലോ, ഇന്ന് നിലവിൽ നമ്മുടെ മോഹൻ ബഗാന്റെ ഒക്കെ മൻവീർ സിംഗും അതുപോലെ തന്നെ മറ്റേ പുള്ളിയുണ്ടല്ലോ ലിസ്റ്റൻ കൊളാസോ ഒക്കെ പോലെ
കിടിലനായിട്ട് കളിക്കേണ്ട ഒരു താരമാണ്. ആ താരത്തിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലബ്ബ് നശിപ്പിക്കുകയാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇപ്പൊ ഒരുപാട് വിമർശനങ്ങൾ രാഹുൽ കേൾക്കുന്നുണ്ട്. അതിപ്പോ നമ്മുടെ സമയമാണ്. ഞാനതാ പറഞ്ഞത്, കഷ്ടകാൽ നമ്മുടെ തലയിൽ നമ്മുടെ ക്ലബിന്റെ തലയിൽ കൊടി തുറന്നിങ്ങനെ വാണുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഇനിയിപ്പോ ഉള്ളതെല്ലാം പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങളെല്ലാം പറയും. ലൂണ പ്രൈമിലല്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യൻ സ്ക്വാഡിൽ ഇപ്പൊ വിപിൻ ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ജീക്സൺസ് ഇങ്ങനെ വിറ്റു, അതിന് എന്തൊക്കെ റീസൺസ് നമ്മൾ എടുത്തിട്ടാലും ഒരാളെ വിൽക്കുമ്പോ, ഇപ്പൊ സഹലിനെ വിറ്റു, സഹലിനെ പോലത്തെ ഒരു താരത്തെ നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റണം. അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ ജീക്സൺ സിംഗിനെ നമ്മൾ വിൽക്കുമ്പോ ആ ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോൾ ഇപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ശോകമായിട്ടുള്ള അവസ്ഥയിലാണ്. അത് ആ ജീക്സൺ സിംഗ് എന്ന് പറയുന്ന ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരു താരത്തെ വിറ്റ് കളഞ്ഞുകൊണ്ട് പറ്റിയതാണ്. ഇതെല്ലാം മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് വന്നുള്ള മിസ്റ്റേക്ക് ആണ്. അതുപോലെ തന്നെ മാനേജ്മെന്റ് ഈ ട്രോഫി ഒബ്സഷനെ പറ്റിയിട്ടൊക്കെ പറയുമ്പോ, എസ്പെഷ്യലി നമ്മുടെ ഫാൻസിനോടൊക്കെ പറയുമ്പോ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. കാരണം അവരുടെ പറച്ചിൽ കേട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു സാധനം കണ്ടു കഴിയുമ്പോഴോ കേട്ട് കഴിയുമ്പോഴോ നമുക്ക് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയാ, 10-20 ക്ലബ് ലീഗുകളിലെ ട്രോഫി അടിച്ചിട്ടുള്ള ക്ലബ്ബാണല്ലോ നമ്മള്. അല്ലെങ്കിൽ ടൂർണമെന്റിലെ എല്ലാ ഫൈനലും കളിച്ചിട്ട് അയ്യോ ചെറിയ കാര്യം കൊണ്ട് ക്ലബ്ബ് കപ്പടിക്കാതെ പോയിട്ടുള്ള ഒരു ക്ലബ്ബ് ആയതുകൊണ്ടൊക്കെ തന്നെ ഒബ്സഷൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ ഇപ്പോ എനിക്ക് തോന്നുന്നു പല ചാനലുകളും പല ആൾക്കാരും അവരുടെ റിവ്യൂസിലെല്ലാം പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചിപ്സിനെ വിൽക്കാൻ കൃത്യമായിട്ട് അറിയാം, സോഡ വിൽക്കാൻ അറിയാം, ടിഷ്യൂ പേപ്പർ വിൽക്കാൻ അറിയാം. എന്നാൽ എന്തുകൊണ്ട് കൃത്യമായിട്ട് ആ എഫേർട്ട് നമ്മുടെ പോഡ്കാസ്റ്റ് ചാനൽ എന്ത് അടിപൊളിയായിട്ടാ കൊണ്ടുപോകണവര്. അതും എന്തോരം അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ടെന്നല്ല, അതെല്ലാം ക്ലബിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അതേപോലെ ഇന്ത്യൻ സ്ക്വാഡിനെ കൊണ്ടുവരുന്ന കാര്യത്തിലും അവരുടെ ഹെൽത്ത് കീപ്പ് ചെയ്യുന്ന കാര്യത്തിലും, നമ്മുടെ ഒരു പ്ലെയറിന് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്യുന്ന കാര്യത്തിലും ഒക്കെ നോക്കണ്ടേ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സ്റ്റാറയുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാറെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന, പ്രഷർ ചെയ്ത് കളിക്കുന്ന ഒരു ടൈപ്പ് ഓഫ്, നമ്മുടെ ബാഴ്സലോണയുടെ ഒക്കെ ഒരു പ്ലേയിങ് സ്റ്റൈല് പോലെ കളിക്കുന്ന ഒരു കോച്ചാണ്. ആ കോച്ചിന് ഡിഫൻസീവ് ആയിട്ടുള്ള കുറെ ആൾക്കാരെ ഡിഫൻസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം കയറി കളിക്കാൻ പറ്റാത്ത താരങ്ങളെ കൊടുത്തിട്ട് നിങ്ങൾ കളിക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോച്ചിനെ കൊണ്ട് പറ്റുമോ ഇഷ്ടം? എന്നിട്ടും പുള്ളിയുടേതായിട്ടുള്ള, പക്ഷെ പുള്ളിക്ക് എനിക്ക് തോന്നുന്നു വേറെ സ്റ്റൈലിൽ കളിക്കാൻ അറിയില്ല. ഈ സ്റ്റൈലിൽ കളിക്കാൻ അറിയുള്ളൂ. ഡിഫൻസ് ചെയ്യിപ്പിച്ചിട്ട് കളിക്കുന്ന ഒരു രീതി പുള്ളിയുടേതല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും പുള്ളിക്ക് ഉള്ള താരങ്ങളെ വെച്ച് കളിക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുന്നു. ഇതെല്ലാം മാനേജ്മെന്റ് മുൻകൂട്ടി ചിന്തിക്കാത്തതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു വിഷമമാണ് പറഞ്ഞത്. ആൻഡ് അത് സത്യമാണ്. പക്ഷേ എന്തൊക്കെ ചെയ്താലും, എന്തൊക്കെ സംഭവിച്ചാലും, തോറ്റാലും, ഇനി ഒന്നുമില്ലെങ്കിലും കളി കാണാൻ നമ്മളെ പോലെ ആൾക്കാര് വീട്ടിലിരുന്ന് കാണുന്നവരും സ്റ്റേഡിയത്തിൽ വന്ന് കാണുന്ന ആൾക്കാരും ഉണ്ടാവും എന്നുള്ള അഹങ്കാരവും ആ ഒരു ഓവർ കോൺഫിഡൻസുമാണ് ഇവരെ കൊണ്ട്, മാനേജ്മെന്റിനെ കൊണ്ട് ഈ രീതിയിൽ ചെയ്യുന്നതെന്നുള്ളതാണ്. ഇപ്പൊ മറ്റ് ക്ലബ്ബുകളുടെയൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഗൈസ്, നമ്മുടെ 10ൽ 1 പോലും ഫാൻ ബേസ് ഇല്ലാത്ത ക്ലബ്ബുകൾ പോലും അവർക്ക് ഒരു അജണ്ട കീപ്പ് ചെയ്ത് അവരുടെ ഒരു പ്ലാനിൽ കളിച്ചു വരുന്നുണ്ട്. അവരുടെ പ്ലേയേഴ്സിനെ അവര് സൈൻ ചെയ്യുന്ന രീതികൾ നോക്കുമ്പോൾ നമുക്ക് കൊതിയാവുന്നുണ്ട്. ഇന്ത്യൻ പ്ലേയേഴ്സും ഫോറിൻ പ്ലേയേഴ്സും തുല്യമായിട്ടുണ്ടെങ്കിലാണ്, അവരുടെ ആ ഒരു ഫ്ലോ ഒരുമിച്ച് പോകുന്നുണ്ടെന്നുണ്ടെങ്കിലാണ് എന്തുണ്ടാവുക, ഒരു ടീമിന് സക്സസ് ഉണ്ടാവുക. അപ്പൊ എന്തായാലും ഇപ്പോ നമുക്ക് കഷ്ടകാലമാണ് എന്നുള്ളത് ഒരു വലിയ സത്യം തന്നെയാണ്. എന്തായാലും അതൊക്കെ മാറട്ടെ. എന്തൊക്കെ പറഞ്ഞാലും ക്ലബ്ബ് നമ്മുടെ സ്വന്തം ക്ലബ്ബ് തന്നെയാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവസാനം നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയോ പിന്നെയും കളി കാണാനും ഒക്കെ പോവും. പക്ഷേ മിസ്റ്റേക്സ് നമ്മുടെ മാനേജ്മെന്റ് മനസ്സിലാക്കണം, അതിനനുസരിച്ച് തിരുത്തണം എന്നുള്ളതാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യുക. അതിന്റെ ഇടയിൽ ഒരുത്തം വന്നിട്ട്, ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോയിൽ ഇന്നലെ എനിക്ക് കണ്ടൊരു കമന്റ് ആണ്, 300 കോടി കൊടുത്തിട്ട് നിനക്ക് അങ്ങോട്ട് ക്ലബ്ബ് വാങ്ങിച്ചൂടെ എന്ന്. ഈ സ്റ്റുഡിയോ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ പെട്ട പാട് എനിക്കറിയുള്ളൂ. അപ്പോഴാണ് അവന്റെ 300 കോടി. നോക്കട്ടെ, പറ്റുന്ന ഒരു സമയം വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങൂടാ. എനിക്ക് വാങ്ങിച്ചിട്ട് കൃത്യമായിട്ട് ചെയ്യാനും അറിയാം. ചുമ്മാ വാങ്ങിക്കാനുള്ള അവസ്ഥയില്ലാത്തതുകൊണ്ട് ഇപ്പൊ അങ്ങനൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും അങ്ങനെ ഇരിക്കട്ടെ. എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആൻഡ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടെ കൂടുക എന്നും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, ആൻഡപ്പൻ ടോക്കീസിൽ നിന്നും ആൻഡപ്പൻ സൈനിങ് ഓഫ്. ആൻഡ് ചിൽ കുപ്പിച്ചിൽ.